a doorway through which a broken people once cried out, and the faithful God answered with fire, wind, and deliverance. Presented by Holy Family Syro Malabar Catholic Church, we bring you a story carved into the very heartbeat of the Scripture. A journey where chains fall, seas split, and fear bows before the living God. Prepare your hearts, for now begins Exodus, the night freedom was born. കാലങ്ങളോളം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായി ജീവിച്ചിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ ദൈവത്തോട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവം കേട്ടു. അവരെ വിടുതലിലേക്ക് നയിക്കാൻ ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, മോശയെ. മോശെ, മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അതുകൊണ്ട് നിന്റെ ചെരുപ്പുകൾ ഒഴിവാക്കുക. എന്റെ ജനത്തിന്റെ വേദന ഞാൻ കണ്ടിരിക്കുന്നു. നിന്നെ ഞാൻ ഫറവോന്റെ അടുക്കിലേക്ക് അയക്കും. എന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് നീ പുറത്തേക്ക് നയിക്കും. കർത്താവേ, ഞാൻ അർഹനും ശക്തനുമല്ല. അവർ എന്റെ വാക്കുകൾ കേൾക്കാതിരുന്നാൽ എന്തു ചെയ്യും? എനിക്ക് സംസാരിക്കാൻ ആത്മവിശ്വാസവും കഴിവും കുറവാണ്. ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അഹരോൻ നിനക്ക് പകരം സംസാരിക്കും. പോ മോശെ. മോശയും അഹരോനും ഭൂമിയിലെ ഏറ്റവും ശക്തനായ രാജാവായ ഫറവോന്റെ മുന്നിൽ നിന്നു. ഫറവോനെ, ഇസ്രായേലിന്റെ ദൈവം പറയുന്നു, എന്റെ ജനത്തെ വിടുക. ഈ ദൈവം ആരാണ്? ഞാനാണ് കൽപ്പന കേൾക്കേണ്ടതെന്തിന്? ഇസ്രായേൽ മക്കൾ പോകില്ല, അവർ ഇതിലും അധികം പേരെ ചെയ്യും. എന്നാൽ ദൈവം മഹാബാധകൾ മോശയും അഹരോനും ഭൂമിയിലെ ഏറ്റവും ശക്തനായ രാജാവായ ഫറവോന്റെ മുന്നിൽ നിന്നു. ഫറവോനെ, ഇസ്രായേലിന്റെ ദൈവം പറയുന്നു, എന്റെ ജനത്തെ വിടുക. ഈ ദൈവം ആരാണ്? ഞാനാണ് കൽപ്പന കേൾക്കേണ്ടതെന്തിന്? ഇസ്രായേൽ മക്കൾ പോകില്ല, അവർ ഇതിലും അധികം പേരെ ചെയ്യും. എന്നാൽ ദൈവം മഹാബാധകൾ മിസ്രൈമിന്മേൽ അയച്ചു. ജലം രക്തമായി മാറി. ഭൂമിയിലാകെ തവളകളുടെ കൂട്ടം നിറഞ്ഞു. വീടുകളൊക്കെയും ഈച്ചകൾ നിറഞ്ഞു. ജനങ്ങളെ വേദനിപ്പിക്കുന്ന കുന്നുകളുണ്ടായി. അഗ്നിയോട് കൂടിയ കനത്ത മഞ്ഞു വീഴ്ച. എല്ലാവരെയും തിന്നുകളയുന്ന പുഴുക്കൂട്ടങ്ങൾ. 3 ദിവസം തുടർന്ന ഇരുട്ട്. ഇതിലും കൂടിയ പല ബാധകളും. ഓരോ ബാധയ്ക്കും ശേഷം ഫറവോ യാചിച്ചു, ദയവായി ഇത് നിർത്തണമേ. പക്ഷേ ബാധ അവസാനിപ്പിച്ചപ്പോൾ
അവന്റെ ഹൃദയം വീണ്ടും കഠിനമായി. ഇരുട്ടും ഇസ്രായേലിനെ തകർത്ത ശേഷം മോശ വീണ്ടും ഫറവോയുടെ മുമ്പിൽ എത്തി. ഫറവോനെ, നീ ഇനിയും ദൈവത്തിന്റെ ജനത്തെ വിടാൻ നിരസിക്കുന്നുവെങ്കിൽ മിസ്രൈമിലെ എല്ലാ ആദ്യജാതരും മരിക്കും. ഫറവോനെ, നിന്റെ മകനെ സൂക്ഷിക്കൂ. ദൈവത്തിന്റെ കൽപ്പന നിരസിക്കുന്ന ഓരോ വീട്ടിലും ദുരന്തം എത്തുകയാണ്. ആ രാത്രി ഫറവോ തന്റെ മകനെ ചേർത്തു പിടിച്ചു. അവൻ മകന്റെ പക്കൽ കാവൽ നിന്നു. ഭയം രാജകൊട്ടാരത്തിൽ കയറിപ്പറ്റി. പക്ഷേ അർദ്ധരാത്രി ആയപ്പോൾ ഒരു നിശബ്ദ നിഴൽ മിസ്രൈമിലൂടെ കടന്നു. ഫറവോയുടെ മകൻ അവസാന ശ്വാസമെടുത്തു. രാജാവിന്റെ നിലവിളി കൊട്ടാരം മുഴുവൻ മുഴങ്ങി. എന്റെ മകനെ, എന്റെ മകനെ! ദുഃഖത്തിലും ക്രോധത്തിലും മുങ്ങി ഫറവോ തന്റെ മകന്റെ ശരീരം കൈകളിലെടുത്തു മോശയുടെ അടുക്കലേക്ക് ഓടിയെത്തി. മോശെ, നീ സേവിക്കുന്ന ദൈവം എന്ത് തരത്തിലുള്ള ദൈവമാണ്? നിഷ്കളങ്കരായ കുട്ടികളെ കൊല്ലുന്ന ദൈവം. എന്റെ മകനെ നോക്കൂ, അവൻ എന്ത് തെറ്റ് ചെയ്തു? ഫറവോനെ, ഒരു ഇസ്രായേൽ കുഞ്ഞും മരിച്ചിട്ടില്ല. ദൈവത്തെ അനുസരിച്ചവരെ അവൻ സംരക്ഷിച്ചു. പക്ഷേ നീ അവന്റെ മുന്നറിയിപ്പുകളെ വീണ്ടും വീണ്ടും നിരസിച്ചു. ഫറവോ തന്റെ മകന്റെ മുഖം നോക്കി, പിന്നീട് തകർന്ന ദേശത്തെയും. അവന്റെ അഹങ്കാരം മുഴുവൻ തകർന്നു. ബാക്കി ഉണ്ടായത് ദുഃഖം മാത്രം. പോവുക, നിങ്ങളുടെ ജനത്തെ കൂട്ടിക്കൊണ്ട് പോവുക. ഈജിപ്ത് വിട്ടു പോവുക. ഇനി ഒരിക്കലും തിരികെ വരും. അറുന്നൂറായിരത്തോളം ആളുകൾ ആ അത്യയുദ്ധത്തിൽ ഈജിപ്ത് വിട്ടു. ഒടുവിൽ അവർ സ്വതന്ത്രരായി. പക്ഷേ ഫറവോ വീണ്ടും തന്റെ മനസ്സ് മാറ്റി. രഥങ്ങളെയും സൈന്യങ്ങളെയും കുതിരച്ചേവകരെയും അവരെ പിന്തുടരാൻ അയച്ചു. മോശെ, മുമ്പിൽ സമുദ്രം, കരകൾ ഫറവോന്റെ സൈന്യം. നമ്മൾ ഇവിടെ തന്നെ മരിക്കും. ഭയപ്പെടേണ്ട, ദൃഢമായി നിൽക്കൂ. കർത്താവിന്റെ രക്ഷ നിങ്ങൾ കാണും. മോശെ, സമുദ്രത്തിന്റെ മേൽ നിന്റെ വടി നീട്ടുക. മോശ തന്റെ വടി ഉയർത്തി. ചെങ്കടൽ പിളർന്നു. രണ്ട് വശങ്ങളിലും വെള്ളത്തിന്റെ മതിലുകൾ ഉയർന്നു. അവരുടെ മുൻപിൽ ഒരു വരണ്ട വഴി പ്രത്യക്ഷപ്പെട്ടു. ഇസ്രായേലിയർ വരണ്ട നിലത്തിൽ കൂടി സമുദ്രം കടന്നു നടന്നു. ഫറവോയുടെ സൈന്യം അവരെ പിന്തുടർന്ന് സമുദ്രത്തിലേക്ക് ഇരച്ചു കയറി. മോശെ, ഇപ്പോൾ വീണ്ടും നിന്റെ കൈ നീട്ടുക. മോശ അനുസരിച്ചു. വെള്ളം ഇടിമുറുക്കം പോലെ തിരിച്ചു വീണു. ഈജിപ്തിലെ സൈന്യങ്ങൾ സമുദ്രത്തിൽ മുഴുവൻ മുങ്ങിച്ചെന്നു. ജനങ്ങൾ ഒടുവിൽ പൂർണ്ണമായും സ്വതന്ത്രരായി. അങ്ങനെ ഒരിക്കൽ തകർന്നുപോയ ജനങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ജനങ്ങൾ അവർക്കുള്ള ശക്തിയാലല്ല, കേൾക്കുന്ന
ഓർക്കുന്ന, രക്ഷിക്കുന്ന, കൂടെ അയക്കുന്ന ദൈവത്തിന്റെ കൈ പിടിച്ചാണ് അവർ നടന്നത്. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയം ഫറവോനെ പോലെ കടുപ്പമായാൽ നാശം നമ്മളെ പിന്തുടരും. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച് വിനീതമായി നടന്നാൽ ഏതൊരു ഇരുട്ടിലും നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ദൈവം നമ്മളെ നയിക്കും. ഇതാണ് എക്സഡസ് എന്ന കഥ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കഥ, നമ്മുടെ വിശ്വാസത്തിന്റെ കഥ. அதிசயம் இந்த ஆண்டு நடக்க போகுது. அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது. கவலைப்படாத கவலைப்படாத